ഓക്കെ, അടുത്തിലേക്ക് മൂവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് അനദർ നെറ്റ്വർക്ക്? ഏതാണ്? ഓവർലേ നെറ്റ്വർക്കാണ്. When a collection of various computers appears as a single coherent system to its client, what is the call? അതിനെന്താ വിളിക്കാം? ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റംസ് ആണ് വിളിക്കാം. ഓക്കെ. What are the nodes in a computer? Okay, what are nodes in a computer? The computer that routes the data, the computer that terminates the data. അപ്പോൾ റൂട്ട്, ടെർമിനേഷൻ, അതുപോലെ തന്നെ ഒറിജിനേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതിൻ്റെ നോഡിൻ്റെ പാർട്ട് തന്നെയാണ്. നോഡ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഓൾ ഓഫ് ദ എബോവ് ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് നെറ്റ്വർക്ക് ലെയർ? നെറ്റ്വർക്ക് ലെയറിൻ്റെ ഫങ്ഷൻ അല്ലാത്തത് ഏതാ കൂട്ടത്തിൽ? ഇതാണ് കൺജക്ഷൻ കൺട്രോൾ, റൂട്ടിങ്, ഇൻ്റർ നെറ്റ്വർക്ക് എറർ കൺട്രോളാണ്. അതേതാ? ഡാറ്റ ലിങ്ക് ലെയറിൻ്റെ ആണെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറിലൊക്കെയാണ് എന്ത് വരുന്നത്? കൺട്രോൾ വരുന്നത്. വാട്ട് ഈസ് ദ ടേം ഓഫ് ആൻ എൻഡ് പോയിൻ്റ് ഓഫ് എ ഇന്റീരിയർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോ അക്രോസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? അതിന് എന്താ പറയുക? എൻഡ് പോയിൻ്റ് ഓഫ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ സോക്കറ്റാണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാൾസ് ഇൻ ദ കേസ് ഓഫ് സ്പാനിങ് ട്രീ ഓഫ് എ ഗ്രാഫ്? സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാലേ ഡെഫിനേഷൻ പ്രകാരം എന്താ? ട്രീ മസ്റ്റ് ബി അസൈക്ലിക് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഫാൾസാണ് ചോദിച്ചത്. നമ്മുടെ ഫോർത്ത് വേണമെന്ന് ഇറ്റ് ക്യാൻ ബി എയ്തർ സൈക്കിൾ ഓർ അസൈക്കിൾ. നോ, സൈക്കിൾ ആയിരിക്കണം. മസ്റ്റ് ബി എ സൈക്കിൾ. അടുത്ത് വായിക്കാം. എന്താണ്? കൺസിഡർ എ അൺഡിറക്റ്റഡ് ഗ്രാഫ് വിത്ത് വെർട്ടീസസ് എ ബി സി ഡി ഇ ഇൻ എ ഗ്രാഫ് ജി. എവരി എഡ്ജ് ഹാസ് ഡിസ്റ്റിങ് വെയ്റ്റ്. Edge CD is the edge which minimum weight and AB is the edge with the maximum weight. Then which of the following is false? ഏതാണ്? Every minimum spanning tree G must contain CD. Okay. If AB is minimum spanning tree, then its removal must disconnect G. Okay, അത് കറക്റ്റാണ്. No minimum spanning tree contain AB. G has unique minimum spanning tree. Maximum weight, minimum weight. Its remove, disconnect the graph. അതാണ് C ആണ്. വീണ്ടും വേസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റിയാണ് ഇപ്രാവശ്യം ചോദിച്ചത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 നോക്കുക. ഓരോന്നിൻ്റെയും വേസ്റ്റ് കേസ്, ബെസ്റ്റ് കേസ് ഒക്കെ ഉണ്ട്. ഇവിടെ എത്ര എന്താണ് n² ആണ്. വേസ്റ്റ് കേസ് ഒക്കർ വെൻ ദി എലിമെന്റ് ഈസ് ഓൾവേസ് സ്മോളസ്റ്റ് ഓർ ലാർജസ്റ്റ് ഇൻ ദ സെറ്റ്. ഓക്കെ, ക്ലിയർ. അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സോർട്ട് അൽഗോരിതം ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഇഫ് ദി എലമെൻറ്റ്സ് ആൾറെഡി സോർട്ടഡ് ആണെങ്കിൽ ബെസ്റ്റ് ഏതാണ്? ഇൻസേർഷൻ സോർട്ടാണ്. വാട്ട് വിൽ ബി ദ ബെസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി ഓഫ് മെർജ്? വീണ്ടും മെർജിൻ്റെ ബെസ്റ്റ് കേസ് ആണ്. അതുതന്നെയാണ് അതിൻ്റെ വേസ്റ്റ് കേസും എന്ന് മനസ്സിലാക്കാം. 0 n log n ആണ് വേസ്റ്റ് കേസും വരുന്നത്. ഓക്കെ. ടു ആക്സസ് ദ സർവീസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദ ഇൻ്റർഫേസ് ഈസ് പ്രൊവൈഡഡ് ബൈ എന്താണ്? സിസ്റ്റം കോൾസ് ആണ്. എന്താണ് സിസ്റ്റം കോൾസ് ആണ്? ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ? കേണലിനെ കുറിച്ചിട്ടുള്ളതാണ്. ഒരു കേണൽ എന്ന് പറയുന്നത് റിമെയിൻസ് മെമ്മറി ഡ്യൂറിങ് ദി കണ്ടെയ്ൻ കമ്പ്യൂട്ടർ സെക്ഷൻ. ഓക്കെ. കേണൽ ഈസ് മെയ്ഡ് ഓഫ് വേരിയസ് മോഡുലാർ വിച്ച് കനോട്ട് ബി എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. ക്യാൻ ബി ആണ്. ഓക്കെ. വിച്ച് ക്യാൻ ബി ലോഡഡ് എന്താണ്? റണ്ണിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്പെസിഫിക് മോഡ്യൂൾസ്. ഓക്കെ. കേണൽ ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു ലോഡ് ഇൻ ടു മെമ്മറി ഡ്യൂറിങ് ബൂട്ടിങ്. കേണൽ ഈസ് ദ പ്രോഗ്രാം ദാറ്റ് കോൺസെപ്റ്റ്. ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കട്ടെ. കേണലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഇതാണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എറർ വിൽ ബി ഹാൻഡിൽഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഏതാണ്? ലാക്ക് ഓഫ് പേപ്പർ ഇൻ എ പ്രിൻ്റർ. വിച്ച് ഓഫ് ദ എന്താണ്? കണക്ഷൻ ഫെയിലിയർ, പവർ ഫെയിലിയർ. If a process fails, most operating system write the error information to the error information എത്തുന്നത് ലോഗ് ഫയലിലാണ്. ഓക്കെ, ലോഗ് ഫയൽ. ഓക്കെ, ക്ലിയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ എന്താണ്? റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് പാം OS. നേരത്തെ നമ്മളത് നോക്കിയിരുന്നു. പാം OS ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ.
അടുത്തെന്താ? അടുത്തത് കാസ്കേഡ് ടെർമിനേഷൻ റെഫേഴ്സ് ടു ദ ടെർമിനേഷൻ ഓഫ് ഓൾ ചൈൽഡ് പ്രോസസ് ഇഫ് ദ പാരന്റ് പ്രോസസ് ടെർമിനേറ്റ്സ് നോർമലി ഓർ അബ്നോർമലി. Transient operating system code is a code that stays in the memory always, never enter the memory space, comes and goes as needed, is not easily accessible. Comes and goes as needed. Transient എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? നോട്ട് റെസിഡൻറ്റ് എന്നാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം വരുന്നു, അത് നീഡുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു. വാട്ട് വിൽ ഹാപ്പൻ ഇൻ എ സിംഗിൾ ലെവൽ ഡയറക്ടറി? ഓൾ ഫയൽസ് ആർ കണ്ടെയ്ൻ ഇൻ സെയിം ഡയറക്ടറി. സിംഗിൾ ലെയർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഫയൽസും അതിൽ ഒരു സെയിം ഡയറക്ടറിയിൽ ഉണ്ടാവും. ഓൾ ഫയൽസ് ആർ കണ്ടെയ്ൻ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ടറി. ഓക്കെ, അത് ശരിയല്ല. ഡിപ്പെൻസ് ഓൺ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നോ. ക്ലിയർ. എന്താണ് അടുത്തത്? ഓൺ സിസ്റ്റം വേർ ദർ ആർ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദാറ്റ് ഡിസിഷൻ. ഓക്കെ, മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിൽ മൾട്ടിപ്പിൾ OS ഉണ്ട്. ഇപ്പോൾ ലിനക്സ് ഉണ്ട്, വിൻഡോസ് ഉണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആരാണ് തീരുമാനിക്കാം? അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾ ആരോ കീയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇന്ന OSലേക്ക് കയറണം എന്ന് തീരുമാനിക്കലുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കലുണ്ട്. അതാരാണ്? ബൂട്ട് ലോഡർ. ഡിഫോൾട്ടായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബൂട്ട് ലോഡർ ആട്ടോ, ബൂട്ട് ലോഡർ. ഓക്കെ. Which of the following is known as the set of entities of the same type that share എന്താണ് സെയിം പ്രോപ്പർട്ടീസ്? അതേതാ? എൻറ്റിറ്റി സെറ്റ്. എന്താണ് എൻറ്റിറ്റി സെറ്റ്? ഓക്കെ. ഡാഷ് ഓപ്പറേഷൻ ഡസ് നോട്ട് പ്രിസർവ് നോൺ മാച്ച്ഡ് ടപ്പിൾ. അത് ഇന്നർ ജോയിനാണ്. അടുത്തത്, ദ യൂസർ IDs ക്യാൻ ബി ആഡഡ് ഓർ റിമൂവ്ഡ് യൂസിങ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിക്സ്ഡ് റോൾസ്? ആരാ? ഡാറ്റാബേസ് DB സിങ്സ് അഡ്മിൻ ആണോ? DB ആക്സസ് അഡ്മിൻ ആണോ? DB സെക്യൂരിറ്റി അഡ്മിൻ ആണോ? DB സെറ്റപ്പ് അഡ്മിൻ ആണോ? DB ആക്സസ് അഡ്മിൻ ആട്ടോ. ആഡ് റിമൂവ് ഒക്കെ ചെയ്യുന്നതാണ്. ആഫ്റ്റർ ഗ്രൂപ്പ്സ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് SQL അപ്ലൈസ് എന്താണ്? Predicates in the dash clause allow aggregate function to be used. അത് having. അടുത്തത്, dash is a software development activity that is not a part of software process. Dependence ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. The activity that distributes estimate effort across the planned project duration, allocating the effort to specify software development task is project scheduling. The clean room philosophy എന്ന് പറയുന്നത് ഇവരതൊക്കെയാണ്. ഇവരതൊക്കെ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് മിൽസിൻ്റെയും ഇവരുടെ കൊളീഗ്സ് ആയിരുന്നു. ലിങ്കർ, മിൽസ്, ഡയർ ആണ്. ഓക്കെ, മിൽസിൻ്റെ കൊളീഗ്സ് ആണ് എന്നറിയാം, ഡയർ, ലിങ്കർ. അപ്പോൾ ക്ലീൻ റൂം ഫിലോസഫി പ്രപ്പോസ് ചെയ്തത് ഇവർ 3 പേരും കൂടിയാണ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് സിമ്പിൾ ടേബിൾ ഇൻ കമ്പൈലർ ഡിസൈൻ? ഏതാണ്? ഫൈൻഡിങ് നെയിം സ്കോപ്പ്, ടൈപ്പ് ചെക്കിങ്, ഓൾ ഓഫ് ദ ബോട്ട്, കീപ്പിംഗ് ഓൾ ദ നെയിംസ് ഓഫ് എൻറ്റിറ്റി ഇൻ one place, all of the above. Okay. A programmer write a program to multiple 2 numbers instead of dividing them. Okay, ഒരു പ്രോഗ്രാമർ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. മണ്ടത്തരല്ലേ ചെയ്തത്? അതൊരു കമ്പൈലറാണോ ഇൻ്റർപ്രിറ്ററാണോ? അല്ലെങ്കിൽ ഒരു കമ്പൈലർ മാത്രമാണ് ഇൻ്റർപ്രിറ്റർ എററാണ്? അതൊന്നുമല്ല, അത് ആ മണ്ടൻ ചെയ്ത മണ്ടത്തരാണ്. അതൊരു എന്താണ്? ലോജിക്കൽ എററാണ്. എന്താണ്? ലോജിക്കൽ എററാണ്. അതെ. 28 കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സിസ്റ്റം പ്രോഗ്രാം ദാറ്റ് ഇൻറ്റഗ്രേറ്റ് എ പ്രോഗ്രാമിംഗ് ഇൻഡിവിജ്വലി കമ്പൈൽഡ് മോഡ്യൂൾ ഇൻ ടു ദ ഫോം ദാറ്റ് ക്യാൻ ബി എക്സിക്യൂട്ടഡ്? ലിങ്കിങ് ലോഡർ. Which of the following is a computer graphic type? ഏതാണ്? raster and vector. എന്താണ്? raster and vector. അടുത്ത പാർട്ട് ക്ലിയർ. The mapping used in cache memory. cache memoryയിൽ ഉപയോഗിച്ചത് മാപ്പിംഗ് ഏതാണ്? ഡയറക്റ്റ് മാപ്പിംഗ് ആണ് കേട്ടോ. പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം വിച്ച് സഫേഴ്സ് ബിലേഡി അനോമലീസ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ER ഡയഗ്രാം. ER ഡയഗ്രാം എന്താ? എൻറ്റിറ്റി റിലേഷൻ ഡയഗ്രാമാണ്. എൻറ്റിറ്റി റിലേഷണൽ ഡയഗ്രാമാണ്. അതെന്താണ്? ഇറ്റ് റിക്വയർസ് നോ ഹാർഡ്വെയർ. ശരിയാണ്. ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ശരിയാണ്. ഇറ്റ് റിക്വയർസ് നോ ടെക്നിക്കൽ നോളേജ്. ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ എന്താണ്? ഓൾ ഓഫ് ദ എബോവ് ആണ്. ഓക്കെ, എന്താണ്? ഓൾ ഓഫ് ദ എബോവ്. അങ്ങനെയാണെങ്കിൽ an attribute which have more than one value for the given entity is known as
മൾട്ടി വാല്യൂഡ്. എന്താണ് മൾട്ടി വാല്യൂഡ്? മോർ ദാൻ വൺ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് മൾട്ടി വാല്യൂഡ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ക്ലിയർ. പ്രോഗ്രാം കൗണ്ടർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വരും ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ പ്രോഗ്രാം കൗണ്ടറായിട്ട് ബന്ധപ്പെട്ട്. പി സി പ്രോഗ്രാം കൗണ്ടർ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. എന്താണ് അടുത്തത്, എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ആ ഇൻസ്ട്രക്ഷൻ, അതായത് അതിൻ്റെ അഡ്രസ്സായിരിക്കും എന്ത് ചെയ്യുക പ്രോഗ്രാം കൗണ്ടറിൻ്റെ അകത്തുണ്ടാവുക. DMA കൺട്രോൾ ഈസ് ഡയറക്റ്റ് മെമ്മറി അഡ്രസ്സ് ആട്ടോ. DMA എന്ന് പറയുന്നത് ഡയറക്റ്റ് മെമ്മറി അഡ്രസ്സാണ് DMA എന്ന് പറയുന്നത്. അതേതാ 8257. ബൈനറി ഇക്വാലൻ്റ് ഓഫ് 17.8 ആണ് തന്നിട്ടുള്ളത്. 17.8ൻ്റെ ബൈനറി ഇക്വാലൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബൈനറി ഇക്വാലൻ്റാണ്. നോക്ക്, ആദ്യം ഒന്നെങ്കിൽ 17 വരുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്ക് ഇതിൽ. ഈ പോയിൻ്റ് ഇപ്പോഴുള്ള സൈഡ് നോക്കിയത് 17 വരുന്നത്. അപ്പോൾ തന്നെ മനസ്സിലാവും 17 ആരുമില്ല. 17 ആരുമില്ല. ഇനി ഇല്ലെങ്കിൽ 17 ആരുമില്ല എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? അതായത് മുകളിൽ നമ്മൾ 1 2 4 എന്ന് എഴുതില്ലേ ഡെസിമൽ, അതിൻ്റെ ബൈനറി ഇക്വാലൻ്റ്, ഡെസിമലിൻ്റെ ബൈനറി ഇക്വാലൻ്റ് അല്ലാണ്ട് പിടിക്കേണ്ടത്. അപ്പോൾ നോക്കുമ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് 17 കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ കൂട്ടത്തിൽ 17 ഇല്ല എന്ന് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതല്ല എന്ന് പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒറിജിനൽ ആളാരാന്നുള്ളത് ഞാൻ അപ്പുറത്ത് എഴുതി കാണിച്ചു തരാം. അതായത് 0.8 അല്ലേ നോക്കണ്ട. അപ്പോൾ 0.8നെ നമ്മൾ എന്തിലേക്കാണ് മാറ്റുന്നത്? ഡെസിമലിൻ്റെ ബൈനറിയിലേക്ക് മാറ്റേണ്ട. അപ്പോൾ 2 കൊണ്ട് വെറുതെ ഇൻറ്റു ചെയ്യുക. 1.6 എന്നിട്ടും അല്ലേ, അതിലെ 1നെ മാറ്റി വയ്ക്കുക. 0.6 എടുക്കുക. വീണ്ടും ഞാൻ എന്ത് ചെയ്യും? 1 കൊണ്ട് ഇൻറ്റു ചെയ്യും. എന്ത് വരും? സോറി 1 അല്ല 2 എന്ത് വരും? 1.2 വരും. 1നെ മാറ്റി വയ്ക്കുക. 0.2നെ ഞാൻ എന്ത് ചെയ്തു? ഇൻറ്റു 2 ചെയ്തു. എന്ത് വരും? 0.4 വരും. 0.4 അല്ലേ? 0.4 എന്തിനെ മാറ്റി വയ്ക്കുക? 0നെ മാറ്റി വയ്ക്കുക. വീണ്ടും 0.4 ആണ്. 0.4 × 2 എന്ത് വരും? 0.8 വരും. വീണ്ടും സെയിം സാധനം തന്നെ ഒന്നില്ലേ? 1 വരും. ഇതിങ്ങനെ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. വെയിറ്റ് ക്യാൻസൽ. ഓക്കെ, ഇതെന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. 0 വരിക. അപ്പോൾ എന്താണ്? മുകളിൽ നിന്ന് താഴ്ത്തിക്കാണ്. മുകളിൽ നിന്ന് താഴ്ത്തിക്കുക കേട്ടോ. മുകളിൽ നിന്ന് താഴ്ത്തിക്കും. 1100 1100 1100 അതാണ് ഇവിടെ എഴുതിയത്. ഇതാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരിക. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂം ചെയ്ത് തരാം. ഇവിടെ നോക്കുക, ഇവിടെ 0 തുടങ്ങുന്നത് 1 തുടങ്ങും. അപ്പോൾ ഇതിങ്ങനെ ആഡ് ചെയ്ത് നോക്കുക. എത്ര ആഡ് ചെയ്താലും ഇതൊന്നും എന്ത് വരില്ല? 70 വരില്ല. 70നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇതാണ് 70 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് അല്ലേ? നോക്ക്, ഇവിടെ 1ന് നേരെ 1, ഇവിടെ 16 1 17 ആയില്ലേ? അതിന് തന്നെ ഓട് 1 ഔട്ട് നമുക്ക് ചെയ്യാവുന്നത്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. കൺവേഴ്സ് ദി ഹെക്സാഡെസിമൽ ടു ബൈനറി. ഹെക്സാഡെസിമലിനെ ബൈനറിയിലേക്ക് മാറ്റാനാണ്. എന്താണ്? 8AC ആണ്. അപ്പോൾ 8നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതാ? എനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന B. അപ്പോൾ എയും ബി എന്താണെന്ന് കൂടി പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ എന്താ? ഹെക്സാഡെസിമൽ അല്ലേ? അപ്പോൾ 15 വരട്ടെ. 10 മുതൽ 15 വരെ A. ഇപ്പോൾ നോക്കുക, A എന്ന് പറഞ്ഞാൽ 10 ആണ്, B എന്ന് പറഞ്ഞാൽ 11 ആണ്, C എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയത് 8 10 12. അപ്പോൾ 8 10 12 ഇങ്ങനെ മുകളിൽ നോക്കിയാൽ മതി. 8നെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, 10നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 11. അപ്പോൾ 3ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 എണ്ണമുള്ള ബിറ്റുകളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നോക്കുക. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. മനസ്സിലാവും? ഓപ്ഷൻ എ. ഇനി അതേ ക്വസ്റ്റ്യനാണ് തിരിച്ച് ഹെക്സാഡെസിമലിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ നടുക്ക് ഇങ്ങനെ കയറുക. കയറിയിട്ട് ഇത് എത്ര നോക്കാം. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത്? 1 2 4 വരും. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് എത്ര വരും? 14 വരും. 4 എന്ന് പറഞ്ഞാൽ എന്താ? ഹെക്സാഡെസിമലിൽ 4 എന്ന് പറഞ്ഞാൽ 4 തന്നെ. അപ്പോൾ 4നെ അവിടെ 4 എന്ന് എഴുതുക. 14 എന്ന് പറയുമ്പോൾ എത്ര? 15 എന്ന് പറഞ്ഞാൽ F. 14 അപ്പോൾ എന്താ? E ആണ്. അങ്ങനെയാണ് E4 എന്ന് ആൻസർ കിട്ടുന്നത്. എന്താണ്? E4. ക്ലിയർ ആണോ? ഇനി ഹൗ മെനി മെമ്മറി വേർഡ് ക്യാൻ ബി ജനറേറ്റഡ്? N അഡ്രസ്സ് ഉണ്ടെങ്കിൽ എത്ര എണ്ണം പറ്റും? 2n ആണ്. ക്ലിയർ അല്ലേടാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നോക്കുക. അത് അഡ്വാൻറ്റേജ് ഓഫ് മെമ്മറി മാനേജ്മെൻ്റ് ആണ് ചോദിച്ചത്. മിനിമൈസ് ദി ഫ്രാഗ്മെൻറ്റേഷൻ, അതുപോലെ തന്നെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെമ്മറി. രണ്ടും അതിൻ്റെ അഡ്വാൻറ്റേജസ് തന്നെയാണ്. ഓക്കെ, അഡ്വാൻറ്റേജസ് ഓഫ് മെമ്മറി മാനേജ്മെൻ്റ് ആണ്.
ഇനി നേരത്തെ ചോദിച്ച അല്ലെങ്കിൽ നേരത്തെ പാർട്ട് 1 പറഞ്ഞപ്പോൾ പറഞ്ഞാണ് റീഡ് ഓൺലി മെമ്മറീൻ്റെ കൂടെ തന്നെ ചോദിക്കുന്ന എക്സ്പാൻഷനുകളാണ് പി റോം, EPROM, EEPROM. അപ്പോൾ എന്താ, അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിക്കലി ഉണ്ട്, ഇലക്ട്രിക്കലി ഉണ്ട്. ROM എന്ന് പറഞ്ഞാൽ എന്താ, റീഡ് ഓൺലി മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. പി വരുമ്പോൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. എന്താണ് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി? അതിൻ്റെ കൂടെ ചേർത്താൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ മെമ്മറി, ഇറേസബിൾ പ്രോഗ്രാമബിൾ മെമ്മറി. ഓക്കെ, അപ്പോൾ EPROM ആയിട്ടോ. അപ്പോൾ വീണ്ടും ഒരു ഇയും കൂടി വന്നാൽ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ മെമ്മറി. ശ്രദ്ധിക്കണം, ഇലക്ട്രോണിക്കലി അല്ല കേട്ടോ, കേട്ടോ, ഇലക്ട്രോണിക്കലി അല്ല, ഇലക്ട്രിക്കലി ആണ് ഓപ്ഷൻ, ഇലക്ട്രിക്കലി. ഇനി മെറ്റാഡാറ്റ. മെറ്റാഡാറ്റ എന്താ? ഡാറ്റ എബൌട്ട് ഡാറ്റ. ഡെഫിനിഷൻ തന്നെ പറയുന്നത് ഡാറ്റ എബൌട്ട് ഡാറ്റയാണ് മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ അവിടെ ഉണ്ട്. അത് എക്സ്പ്ലനേഷൻ മറ്റൊരു ഇതിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഒരു നിബിൾ എത്രയാണ് ചോദിച്ചിട്ടുണ്ട്. ഹാഫ് എ ബൈറ്റാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ പാർട്ട് 2 or 3. ഹാഫ് എ ബൈറ്റാണ്. ഹാഫ് എ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. അപ്പോൾ ഹാഫ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ 4 ബിറ്റാണ്. ഒരു നിബിൾ എന്ന് പറഞ്ഞാൽ 4 ബിറ്റാണെന്ന് മനസ്സിലാക്കാം. ഐഡൻറ്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 1 വെക്ടർ എന്താണ്, വെക്റ്റേർഡ് ഇൻ്റർപ്രറ്റ് ആർ അസോസിയേറ്റഡ് വിത്ത് സ്റ്റാറ്റിക് വെക്റ്റർ അഡ്രസ് മാസ്കബിൾ ഇൻ്റർപ്രറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബോത്ത് എയും ബിയും ട്രൂ ആട്ടോ, 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. മെമ്മറി അഡ്രസ് രജിസ്റ്റർ MAR ഈസ് യൂസ്ഡ് ടു എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്പെസിഫൈ മെമ്മറി അഡ്രസ്. ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യം പറയുന്നുണ്ട്. സ്പെസിഫിക് അഡ്രസ് ഇൻ എ മെമ്മറി ഫോർ എ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? മെമ്മറി അഡ്രസ്സ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഡു നോട്ട് സ്പെസിഫൈ എനി ഓപ്പറൻറ്റ് ഓർ അഡ്രസ്. ഒന്നുമില്ല, അതിനെന്താ പറയുക? അത് എന്ത് ഇൻസ്ട്രക്ഷൻ, എന്ത് ടൈപ്പ് ഇൻസ്ട്രക്ഷനാണ്? 0 അഡ്രസ്സാട്ടോ, 0 അഡ്രസ്സാണ്. ക്ലിയർ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ആൻ എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി മെമ്മറി? ഇതിൽ സെക്കൻഡറി മെമ്മറി ഏതാ നോക്ക്. ഹാർഡ് ഡിസ്ക് ഒരു സെക്കൻഡറിയാണ്. ഫ്ലാഷ് ഡിസ്ക് അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഒരു എക്സ്റ്റെൻഡാണ്. കോമ്പാക്ട് ഡിസ്കും എന്താണ്, എക്സ്റ്റെൻഡഡ് ആണ്. ഇപ്പോൾ എന്താണ്, ഓൾ ഓഫ് ദീസ് ആണ്, ഓൾ ഓഫ് ദി എബോവ് ആണ്. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ക്യാൻ ബി യൂസ് ടു എക്സിക്യൂട്ട് പർട്ടിക്കുലർ ടാസ്ക് ടു ഗെറ്റ് എ പർട്ടിക്കുലർ റിസൾട്ട്. ഒരു പർട്ടിക്കുലർ ടാസ്ക്കാണ് ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ റിസൾട്ട്. ഒരു പ്രോബ്ലം ഉണ്ട്, അതിന് സൊല്യൂഷനാണ് കണ്ടുപിടിക്കുന്നത്. അതിന് എന്താ എഴുതുക? പ്രോഗ്രാമാണ് എഴുതുക. എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ പ്രശ്നത്തിന് സോൾവ് ചെയ്യാൻ വരുന്ന പർട്ടിക്കുലർ കോഡാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 1 ടെറാബൈറ്റ് എന്ന് പറയുന്നത് 1024 GB ആണ്. 1024 GB ആണ്. ഇവിടെ 1000 GB എന്നുള്ളൂ. 1024 GB ആണ്. ആ ക്വസ്റ്റ്യൻ നോക്കണേ. എല്ലാതും 1024. 1 KB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, 1 MB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 MB എന്ന് പറഞ്ഞാൽ 1024 KB ആണ്. ഇനി 1024 MB ചേർന്നാലാണ് നമ്മൾ പറയുന്ന 1 GB ആണ്. ഇനി 1024 GB ചേർന്നാൽ അതൊരു TB ആവും. ഇനി ഒരു TB 1024 ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സാധനമാവും. YB, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പെർഫോം ബൈനറി സബ്ട്രാക്ഷൻ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. എന്താ ചെയ്യുക? ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സാധനം ഏതാ, ആരാന്ന് നോക്കിയെടുത്ത് എഴുതാം. ഇവിടെ വരുമ്പോൾ ഇത് 12 11 കിട്ടും. 11 12 കുറച്ചാൽ 1 എന്ന് കിട്ടും. 1 കറസ്പോണ്ട് ആയിട്ടുള്ളത് ഏതാ വരുന്നത്? ഇത്. ഓക്കെ, ഇത് വരും. ക്ലിയർ? അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഗേറ്റ്. യൂണിവേഴ്സൽ ഗേറ്റിൻ്റെ സമയത്ത് നമ്മൾ പറയുന്നുണ്ട് നാൻഡും നോറും എന്താണ്? യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. നാൻഡും നോറും യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. ഐഡൻറ്റിഫൈ 2 സ്റ്റേറ്റ്മെൻറ്റ് എന്നിട്ട് വായിച്ച് നോക്കുക. അധികം ബോത്ത് 1 and 2 എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ലോജിക്കൽ അഡ്രസ് സ്പേസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫിക്സ്ഡ് സൈസ് ബ്ലോക്ക്. ലോജിക്കൽ അഡ്രസ് സ്പേസിനെ ഫിക്സ്ഡ് സൈസ് ബ്ലോക്കുകളാക്കി ആക്കുന്നതിനെ പറയുന്ന പേരാണ് പേജസ് എന്ന് പറയുന്നത്. പേജസ്, അതാണ് പേജസ് എന്ന് പറയുന്നത്. ഓക്കെ,
29 നിർത്താം കേട്ടോ. മാക്സിമം സൈസ് ഓഫ് വെർച്വൽ മെമ്മറി ഈസ് ലിമിറ്റഡ് ടു. ഒരു വെർച്വൽ മെമ്മറി അല്ലേ, ഒരു വെർച്വൽ മെമ്മറീൻ്റെ മാക്സിമം സൈസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആ സിസ്റ്റത്തിൻ്റെ സൈസ് അല്ലേ, സിസ്റ്റത്തിൻ്റെ സൈസ് വരുമ്പോൾ മാക്സിമം അതിൽ എത്ര സെക്കൻഡറി സ്റ്റോറേജ് മാക്സിമം എത്ര ഉണ്ട് അത്രയും വെർച്വൽ മെമ്മറി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. വെർച്വൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് മെമ്മറി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആകെയുള്ള സെക്കൻഡറി മെമ്മറിൻ്റെ മാക്സിമം എത്രയാണോ അത്രയും കൊടുക്കാൻ പറ്റുള്ളൂ. അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിനും ഉപയോഗിക്കാനും പറ്റില്ല. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് DBMS റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ചോദിച്ചു. SQL ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചു. ഇതിനൊക്കെ എക്സാമ്പിളാണ്. അപ്പോൾ DBMSൻ്റെ എക്സാമ്പിളാണ് ഇവിടെ ചോദിച്ചത്. ഓക്കെ. ഒപ്പേര എന്ന് പറയുന്ന ഒരു വെബ് ബ്രൗസറാണെന്ന് എല്ലാവർക്കും അറിയില്ലേ. OpenNMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു AI ലാംഗ്വേജൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മോഡലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. IBM DB2 ആണ് എന്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. DML എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. DML ഒക്കെ നമ്മൾ എപ്പോഴും ചോദിക്കുന്നതാണ്. എന്താണ്? ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ആണ്. അതിൽ വരുന്നതാണ് ഇതൊക്കെ ഇൻസേർട്ട്, അതുപോലെ തന്നെ എന്താണ് അപ്ഡേറ്റ് ഒക്കെ അതിൽ വരുന്നതാണ്. ക്ലിയർ?